ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നാം ചിന്തിക്കേണ്ട ചില മുഖങ്ങൾ കൂടിയുണ്ട്. ബാല്യവും യൗവനവും സ്വാതന്ത്ര്യ പോരാട്ടത്തിനായി സമർപ്പിച്ചവർ, മരണം വരെയും പടപൊരുതിയ ധീര ബലിദാനികൾ. ചെറുപ്രായത്തിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചിലരുണ്ട്. അതിലൊരാളാണ് 12-ാം വയസ്സിൽ വീരമൃത്യു വരിച്ച ബാജി റൌട്ട്. ബ്രിട്ടീഷ് പട്ടാളത്തിന് കടത്തുവള്ളം നിഷേധിച്ച് തന്റെ ഗ്രാമത്തിലെ നദി മുറിച്ചു കടക്കാൻ സമാധാനപരമായി ചെറുക്കുന്നതിനിടയിൽ രക്തസാക്ഷിത്വം നേടിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. 1938 ഒക്ടോബർ 12 പുലർച്ചെ പോലീസും ഗ്രാമവാസികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ബാജിയും സഹോദരനും ഉൾപ്പെടെ ഗ്രാമീണർ പോലീസിനെ തടഞ്ഞു. തുടർന്ന് പോലീസ് അവർക്ക് നേരെ വെടിയുതിർക്കുകയും ബാജി ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കുറച്ചു പേർക്ക് പരിക്കേറ്റു. ബാജിയുടെ കൊലപാതകം ഒഡീഷയിൽ ഒരു വികാരമായി മാറുകയും അദ്ദേഹം ഒരു ഇതിഹാസമായി തീരുകയും ചെയ്തു. 15-ാം വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വയം സേവകനായ ഖുദിറാം ബോസ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ശ്രീ അരബിന്ദോയുടെയും സിസ്റ്റർ നിവേദിതയുടെയും പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലഘുലേഖകൾ വിതരണം ചെയ്തതിനാണ് ഖുദിറാം ആദ്യം അറസ്റ്റിലായത്. തുടർന്ന് വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വിവിധ വിചാരണകൾക്ക് ശേഷം ഖുദിറാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും 18-ാം വയസ്സിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഹേമു കലാനി 1942 മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിച്ചപ്പോൾ ഹേമു സേനയിൽ ചേരുകയും അതിന്റെ പ്രധാന അംഗമാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ രഹസ്യയോഗങ്ങൾ നടത്തി. തുടർന്ന് നിരവധി പീഡനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ 20-ാം ജന്മദിനത്തിന് 2 ദിവസം മുൻപ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അനന്ത് ലക്ഷ്മൺ കൻഹേരെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ സായുധ സേനയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന അനന്ത് അഭിനവ് ഭാരത് സംഘടനയിൽ ചേർന്നു. അക്കാലത്ത് പ്രതികാരത്തിന്റെയും വെറുപ്പിന്റെയും വികാരങ്ങൾ ഉണർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരായ ക്രൂരത വളരുകയായിരുന്നു. നാസിക്കിലെ അന്നത്തെ ജില്ലാ കളക്ടർ ജാക്സൺ ആയിരുന്നു വിപ്ലവകാരികളുടെ പ്രധാന ലക്ഷ്യം. കാരണം ബാബ സവർക്കറെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജാക്സൺ ആയിരുന്നു. തുടർന്ന് അനന്ത് ജാക്സന് നേരെ വെടിയുതിർത്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 19-ാം വയസ്സിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കനക്ലത ബറുവ അസമിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി. ചെറുപ്രായത്തിൽ തന്നെ അവൾക്ക് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അവൾ പങ്കുചേർന്നു. തുടർന്ന് ഗോഹ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ പതാക ഉയർത്താനുള്ള സമാധാനപരമായ ദൗത്യമായ മൃത്യുബാഹിനി അംഗങ്ങൾക്ക് അവൾ നേതൃത്വം നൽകി. എന്നാൽ ഇതേ തുടർന്ന് സംഘർഷത്തിനിടെ കനക്ലത വെടിയേറ്റു മരിച്ചു. സ്വാതന്ത്ര്യം അത് നേടിയെടുക്കപ്പെട്ടത് വെറുതെയല്ല. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഓരോ വർഷവും നാം ഓർക്കുമ്പോൾ പറയാതെ ഓർക്കാതെ പോകുന്ന ചില മുഖങ്ങളുണ്ട്. പ്രായത്തിനോ ജാതിക്കോ ഭാഷയ്ക്കോ ഒന്നിനും സ്വാതന്ത്ര്യത്തിന് മുന്നിൽ വേർതിരിവില്ല. ആ വേർതിരിവില്ലായ്മയാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യദിനം. ഓർക്കാം ഓർക്കപ്പെടാതെ പോകുന്ന ഈ സമരസേനാനികളെ കൂടി. ന്യൂസ് ഡെസ്ക് ജനം.